ഹലോ, ഞാൻ എടുക്കാൻ പോകുന്നത് BA-BSc ഓഡിറ്റ് കോഴ്സായിട്ടുള്ള എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. 4 പാർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 401ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. 400 ക്വസ്റ്റ്യൻ ഓൾറെഡി 4 വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആദ്യം ആ വീഡിയോ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 401ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ പെർമനൻറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫീമെയിൽസിൽ ഉപയോഗിക്കുന്ന പെർമനൻറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്താണ്? ട്യൂബെക്ടമിയാണ്. ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രഗ്നൻസിക്ക് കാരണമാകുന്ന ആ ഒരു യൂട്രസിൻ്റെ അകത്തുള്ള ഒരു ട്യൂബാണ്. അത് മുറിച്ച് രണ്ടായിട്ട് മാറ്റി നിൽക്കുന്നതാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ഓക്കെ. 402ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് പ്രപ്പോസ്ഡ് എ ബാൻ ഓൺ ഓൾ ടൈപ്സ് ഓഫ് പോളിത്തീൻ പാക്കിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ? ഹിമാചൽ പ്രദേശാണ്. ഏത് സ്റ്റേറ്റാണ് പ്രപ്പോസ് ചെയ്തൊരു ബാൻ ഓൺ ഓൾ ടൈപ്സ് ഓഫ് പോളിത്തീൻ പാക്കിംഗ്? എല്ലാ ടൈപ്പ് ഓഫ് പോളിത്തീൻ പാക്കിങ്ങിനും. പോളിത്തീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പോളിത്തീൻ പാക്കിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇറ്റ്സ് ഹിമാചൽ പ്രദേശാണ് കേട്ടോ. 403ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇയർ വാസ് ദ ഡിക്ലെയർഡ് ആസ് ദ വാട്ടർ ഇയർ ബൈ ഇന്ത്യൻ ഗവൺമെൻറ്? വാട്ടർ ഇയർ ആയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇയർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. 2007 ആണ്. 2007 വാട്ടർ ഇയർ ആയിട്ട് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇയർ. 404ാമത്തെ ക്വസ്റ്റ്യൻ, ഹു കോയിൻ ദ സ്ലോഗൻ ഓഫ് ചിപ്കോ മൂവ്മെൻറ്റ്? എക്കോളജി ഈസ് പെർമനൻറ്റ് എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ളത് ചിപ്കോ മൂവ്മെൻറ്റ് സുന്ദർലാൽ ബഹുഗുണയാണ് കേട്ടോ. സുന്ദർലാൽ ബഹുഗുണയാണ്. ഇത് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ. 405ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഹാഡ് സ്റ്റേറ്റഡ് ഇൻ ദ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഇൻ 1972 ദാറ്റ് പോവർട്ടി വാസ് ദ ഗ്രേറ്റസ്റ്റ് പൊല്യൂട്ടർ? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ആരാണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഇൻ 1972 ദാറ്റ് പോവർട്ടി വാസ് ദ ഗ്രേറ്റസ്റ്റ് പൊല്യൂട്ടർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ്. 406ാമത്തെ ക്വസ്റ്റ്യൻ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് ഫോർമുലേറ്റഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് മിസ്സസ് ഇന്ദിരാഗാന്ധി? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് ഫോർമുലേറ്റഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് മിസ്സസ് ഇന്ദിരാഗാന്ധി. ഓക്കെ, മിസ്സസ് ഇന്ദിരാഗാന്ധിയാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് ഫോർമുലേറ്റഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് മിസ്സസ് ഇന്ദിരാഗാന്ധിയുടെ ഒരു ടൈം പീരീഡിലാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. 407ാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് ദ സൈനിങ് ഓഫ് ഡാഷ് ഇൻ 1987 എ ട്രീറ്റി ഫോർ ദ പ്രൊട്ടക്ഷൻ? മോൺട്രിയൽ പ്രോട്ടോക്കോളാണ്. CFCs 2000 കേട്ടോ. വിത്ത് ദ സൈനിങ് ഓഫ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ CFCs 2000 വാസ് ടു ഇൻ 1987 എ ട്രീറ്റി ഫോർ ദ പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു ആൻസർ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ വരുന്നത്. CFCs 2000 എന്നുള്ള ഒരു ആൻസർ ആയിരിക്കും. 408ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ മാർക്സ് the anniversary of Stockholm Conference 1972. World Environment Day is observed every year marks the anniversary of Stockholm Conference 1972. Stockholm Conference 1972ൻ്റെ ഒരു രീതിയിലാണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിട്ട് നമ്മൾ എല്ലാ ഇയറിലും ആഘോഷിക്കുന്നത്. ഓക്കെ, ആനിവേഴ്സറി ആയിട്ടാണ് ആഘോഷിക്കുന്നത്. 409ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് വാട്ടർ ഡേ ഈസ് സെലിബ്രേറ്റഡ്. വേൾഡ് വാട്ടർ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ മാർച്ച് 22 ആണ് കേട്ടോ. വേൾഡ് വാട്ടർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? മാർച്ച് 22 410ാമത്തെ ക്വസ്റ്റ്യൻ, MOEF മീൻസ് ബി ആണെന്ന് തോന്നുന്നു. BAയിൽ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് കേട്ടോ. MOEF മീൻസ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്. 411ാമത്തെ ക്വസ്റ്റ്യൻ, സെഡിമെൻറ്റേഷൻ ഈസ് എ? സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ആണ്. ഇതിനകത്ത് ഏതും അല്ല എന്നുള്ളതാണ്. സെഡിമെൻറ്റേഷൻ ഈസ് എ നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. പ്രൈമറി വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ല, സെക്കൻഡറി വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ല, ടെർഷ്യറി വാട്ടർ ട്രീറ്റ്മെൻറ്റും അല്ല. സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ് ആണ്. 412ാമത്തെ ക്വസ്റ്റ്യൻ, റെയിൻ ഡ്യൂറിങ് നവംബർ ഈസ് മോർ ആസിഡിക് ദാൻ മോൺസൂൺ റെയിൻ ഡ്യൂ ടു ഡിസോൾവ്ഡ് SO2. ഡിസോൾവ്ഡ് SO2ൻ്റെ കാരണം കൊണ്ടാണ് റെയിൻ ഡ്യൂറിങ് നവംബർ എന്ന് പറയുന്നത്. നവംബറിൽ പെയ്യുന്ന മഴ മോർ അസിഡിക് ആണ് ദാൻ മൺസൂൺ റെയിൻ ഉള്ളതിനേക്കാട്ടിലും. അപ്പോൾ ഡിസോൾവ്ഡ് SO2 ഉള്ളത് കാരണമാണ് നവംബറിൽ പെയ്യുന്ന മഴയ്ക്ക് കൂടുതൽ അസിഡിറ്റി ആവാൻ കാരണം. മൺസൂണിനകത്ത് ഓൾറെഡി മഴകൾ ഒരുപാട് പെയ്യുന്നതുകൊണ്ടായിരിക്കാം കുറവ് അസിഡിറ്റി കാണുന്നത്. ഓക്കെ. 413ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കെമിക്കൽ വാസ് റെസ്പോൺസിബിൾ ഫോർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി? മീഥൈൽ ഐസോസയനേറ്റ് ആണെന്ന് നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ മീഥൈൽ ഐസോസയനേറ്റ് ആണെന്ന് ആലോചിക്കുക. 8 ആണെന്ന് ആലോചിക്കുക. മറ്റേ ക്വസ്റ്റ്യനിൽ എയ്ഡ് ഉണ്ടായിരുന്നു. ഓക്കെ, സയനൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സയനേറ്റ് ആണെന്ന് ആലോചിക്കുക. 414ാമത്തെ ക്വസ്റ്റ്യൻ, ഗംഗ ആക്ഷൻ പ്ലാൻ ഇൻ ഇന്ത്യ വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1986 ആണ് കേട്ടോ. ഗംഗ ആക്ഷൻ പ്ലാൻ ഇൻ ഇന്ത്യ വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1986. 415ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ദ 21st century framed in the
റയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് 1992. ഏതാണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ദ 21st century ഫ്രെയിംഡ് ഇൻ ദ റയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് 1992? അജണ്ട 21 ആണ്. അജണ്ട 21 ആണ് ആക്ഷൻ പ്ലാൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ദ 21st century ഫ്രെയിംഡ് ഇൻ ദ റയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് 1992. അജണ്ട 21 ആണെന്ന് ആലോചിക്കുക. അജണ്ട 21 അജണ്ട എന്ന് ആലോചിക്കുക കേട്ടോ. 416ാമത്തെ ക്വസ്റ്റ്യൻ. എൻറിച്ച്മെൻറ്റ് ഓഫ് വാട്ടർ ബോഡി ബൈ ന്യൂട്രിയൻസ് ലൈക്ക് ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ കോൾഡ്. ഫോസ്ഫറസ് ആണോന്ന് അറിയില്ല, ഫോസ്ഫറസ് ആണോന്ന് ഡൗട്ടുണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ എൻറിച്ച്മെൻറ്റ് ഓഫ് വാട്ടർ ബോഡി ബൈ ന്യൂട്രിയൻസ് ലൈക്ക് ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ കോൾഡ് യൂട്രോഫിക്കേഷൻ എന്നുള്ളതാണ് അതിന് പറയാം കേട്ടോ. നൈട്രജനും ഫോസ്ഫറസ് ആണോന്ന് അറിയില്ല. അപ്പോൾ ഓക്കെ, ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ കോൾഡ് യൂട്രോഫിക്കേഷൻ എന്നുള്ളതാണ്. 417ാമത്തെ ക്വസ്റ്റ്യൻ. ദ വേർസ്റ്റ് ന്യൂക്ലിയർ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് ടു ഡേറ്റ് ഇസ് ഒക്വറൻറ്റ് അറ്റ് ചെർണോബിൽ ഇൻ 1986. ചെർണോബിൽ. ഓക്കെ, ചെർണോബിലാണെന്ന് ആലോചിക്കുക കേട്ടോ. വേർസ്റ്റ് ന്യൂക്ലിയർ ആക്സിഡൻ്റ് ആണ്. ഹാപ്പൻ ടു ഡേറ്റ് ഇസ് ഒക്വറൻറ്റ് അറ്റ് ചെർണോബിൽ ഇൻ 1986. 418ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലീഗലി ബൈൻഡിങ് ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ബൈ 5% ടു നോട്ട് 12. കയോട്ടോ പ്രോട്ടോക്കോൾ ആണ് കേട്ടോ. ദ ലീഗലി ബൈൻഡിങ് ഇൻ്റർനാഷണൽ അഗ്രിമെൻ്റ് ആണ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ബൈ 5% 2012. ക്യോട്ടോ പ്രോട്ടോക്കോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോക്കോൾ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, 419ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഹാൻസസ് സോയിൽ ഫെർട്ടിലിറ്റി? ഏതാണ് ഇതിനകത്ത് എൻഹാൻസ് ചെയ്യുന്ന സോയിൽ ഫെർട്ടിലിറ്റീനെ? ക്രോപ്പ് റൊട്ടേഷൻ ആണ് കേട്ടോ. ക്രോപ്പ് റൊട്ടേഷൻ ആണ് ഇതിനകത്ത് എൻഹാൻസ് ചെയ്യുന്നത്. ഫെർട്ടിലിറ്റിനെ എൻഹാൻസ് ചെയ്യുന്നത് ക്രോപ്പ് റൊട്ടേഷൻ ആണ്. 420ാമത്തെ ക്വസ്റ്റ്യൻ. സലിനൈസേഷൻ ഈസ് ഡാഷ് അക്യുമുലേഷൻ ഓഫ് സാൾട്സ് ഇൻ സോയിൽ ആണ്. സലിനൈസേഷൻ എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് സാൾട്സ് ഇൻ സോയിൽ ആണ് കേട്ടോ. സലൈനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? സലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾട്ടിൻ്റെ സൊല്യൂഷനാണ് അല്ലേ? NaCl സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനാണ് സലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സലൈനേഷൻ എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് സാൾട്സ് ഇൻ സോയിലാണ്. സോയിലിൽ സാൾട്ടുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നതിനാണ് സലൈനൈസേഷൻ എന്ന് പറയുന്നത്. 421ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഓയിൽ സ്ലിക്ക്? എന്താണ് ഓയിൽ സ്ലിക്ക്? തിൻ ഫിലിം ഓഫ് ഓയിൽ ഇൻ സീ വാട്ടർ. ഒരു തിന്നായിട്ടുള്ള ഒരു ഫിലിം പോലെയുള്ള ഒരു ഓയിലാണ്. ഓയിൽ സീ വാട്ടറിൽ കാണുന്നതിനെയാണ് നമ്മൾ ഓയിൽ സ്ലിക്ക് എന്ന് പറയുക. ഓയിൽ സ്ലിക്ക് എന്ന് പറയുന്നത് എന്താണ്? സീ വാട്ടറിനകത്ത് നമ്മൾ കാണുന്ന ഒരു തിൻ ഫോം ഓഫ് ഫിലിം ഓഫ് ഓയിലാണ്. ഓക്കെ, 422ാമത്തെ ക്വസ്റ്റ്യൻ. സിഗരറ്റ് സ്മോക്കിംഗ് എക്സ്പോസസ് 1 to കാർബൺ മോണോക്സൈഡ്. സിഗരറ്റ് സ്മോക്കിംഗ് എന്തിലേക്ക് പോകും? കാർബൺ മോണോക്സൈഡിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകും. അവർ സ്മോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡാണ്. CO ആണ്. ഓക്കെ, അതാണ് പറയുന്നത്. 423ാമത്തെ ക്വസ്റ്റ്യൻ. യൂറോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു ലോവറിങ് കാർബൺ കണ്ടൻറ്റ് ഇൻ ഫ്യൂവൽ. ഓക്കെ, യൂറോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു ലോവറിങ് കാർബൺ കണ്ടൻറ്റ് ഇൻ ഫ്യൂവൽ. ഫ്യൂവലിനകത്ത് കാർബൺ കണ്ടൻറ്റ് കുറക്കുക എന്നുള്ളതാണ്. ഓക്കെ, 424ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ടെമ്പററി ത്രെഷോൾഡ് ഷിഫ്റ്റ്? എന്താണ് ടെമ്പററി ത്രെഷോൾഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്? ഹിയറിംഗ് ലോസ് ആണ്. ഹിയറിംഗ് ലോസ് ഡ്യൂ ടു എക്സസീവ് നോയ്സ്. എക്സസീവ് നോയ്സ് കേട്ടിട്ട് ഹിയറിംഗ് ലോസ് ചെയ്യുന്ന ഒരു ടെമ്പററി ത്രെഷോൾഡ് ഷിഫ്റ്റ് എന്ന് പറയും. ഹിയറിംഗ് ലോസ് ആയി പോകുന്ന ഒരു ടിപ്പിക്കൽ അവസ്ഥയാണ് ഹിയറിംഗ് ലോസ് ഡ്യൂ ടു എക്സസീവ് നോയ്സ് കൊണ്ട്. അതിനെയാണ് ടെമ്പററി ത്രെഷോൾഡ് ഷിഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, 425ാമത്തെ ക്വസ്റ്റ്യൻ. ആസിഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊറോസീവ് വേസ്റ്റ് ആണ് കേട്ടോ. കൊറോസീവ് വേസ്റ്റ് ആണ് ആസിഡ് എന്ന് പറയുന്നത്. കൊറോസീവ് വേസ്റ്റ് ആണ് ആസിഡ്. ഓക്കെ, 426ാമത്തെ ക്വസ്റ്റ്യൻ. എനി unfavorable alteration of the environment may be called as environmental pollution. ഏതെങ്കിലും അൺഫേവറബിൾ ആയിട്ടുള്ള ആൾട്ടറേഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് ചിലപ്പോൾ അതിലേക്ക് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിലേക്ക് നയിച്ചേക്കാം. ഓക്കെ, എനി അൺഫേവറബിൾ ആൾട്ടറേഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് മേ ബി കോൾഡ് ആസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അൺഫേവറബിൾ ആയിട്ടുള്ള ആൾട്ടറേഷൻ ഓഫ് എൻവയോൺമെൻറ്റിനെ നമ്മൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, 425ാമത്തെ ക്വസ്റ്റ്യൻ. The presence of solid, liquid or gaseous compounds which may not be normally present or in excess concentration in the atmosphere is called air pollution. Presence of solid ആയിട്ടുള്ള അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ gaseous compounds ആണ് which may not be normally present. നോർമലി ആയിട്ട് അതിനകത്ത് കാണപ്പെടുന്ന ഒരു സംഭവമല്ല. അല്ലെങ്കിൽ എക്സസ് കോൺസെൻട്രേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അത് കൂടുതലായിട്ടും അറ്റ്മോസ്ഫിയറിൽ കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയാം എയർ പൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, 428ാമത്തെ ക്വസ്റ്റ്യൻ. എയർ പൊല്യൂഷൻ ഫ്രം ഓട്ടോമൊബൈൽസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഫിറ്റിംഗ് കാറ്റലിറ്റിക് കൺവേർട്ടർ. കാറ്റലിറ്റിക് കൺവേർട്ടർ ഫിറ്റ് ചെയ്യുന്നതിലോട് കൂടി നമുക്ക് എയർ പൊല്യൂഷൻ ഓട്ടോമൊബൈൽസിൽ തടയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. കാറ്റലിറ്റിക് കൺവേർട്ടർ. ഓക്കെ, കാറ്റലിറ്റിക് കൺവേർട്ടർ നോയ്സസിനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു സംഭവമാണ്.
ഓക്കെ. 429ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ? ഇതിനകത്ത് ഏതാണ് ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ എന്നാണ് ചോദിക്കുന്നത്. വോൾക്കാനിക് എറപ്ഷൻസ് ആണ്. വോൾക്കാനിക് എറപ്ഷൻസ് ആണ് ഇതിനകത്തൊരു എയർ പൊല്യൂഷൻ, നാച്ചുറൽ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് വോൾക്കാനിക് എറപ്ഷൻസ് ആണ്. ഓക്കെ. 430ാമത്തെ ക്വസ്റ്റ്യൻ, എഫക്റ്റ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഓൺ ബ്ലഡ് കോസിങ് ഹീമോഗ്ലോബിൻ കാർബൺ ഡയോക്സൈഡ് HbCO2 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവാൻ കാരണമാകും. കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിനുമായിട്ട് കാർബൺ മോണോക്സൈഡ് ചേരുകയും അത് ഹീമോഗ്ലോബിൻ HbCO2 ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ. 431ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ്? ഇതിനകത്ത് ഏതാണ് ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ്? സേവേജ് ആണ്. ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ് ഏതാണ്? സേവേജ് ആണ് കേട്ടോ. 432ാമത്തെ ക്വസ്റ്റ്യൻ, ദ മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോസിങ് അബൌട്ട് 60% ഓഫ് ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഓൺ എർത്ത് അമംഗ് ദ ഫോളോയിങ് ഈസ് കാർബൺ മോണോക്സൈഡ്. മേജർ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോസിങ് അബൌട്ട് 60% ഓഫ് ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഓൺ എർത്ത് അമംഗ് ദ ഫോളോയിങ് ഈസ് കാർബൺ മോണോക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് പറയുന്നത് കാർബൺ മോണോക്സൈഡിനെയാണ്. 433ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പൊല്യൂട്ടൻ്റ് കോസിങ് വാട്ടർ പൊല്യൂഷൻ? ഇതിനകത്ത് ഏതാണ് പൊല്യൂട്ടൻ അല്ലാത്തത് കോസിങ് വാട്ടർ പൊല്യൂഷൻ? ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് വേസ്റ്റുകൾ. ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് വേസ്റ്റുകളാണ്. നോട്ട് പൊല്യൂട്ടൻ കോസിങ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് വേസ്റ്റുകളാണ് കേട്ടോ. 434ാമത്തെ ക്വസ്റ്റ്യൻ, BOD ഈസ് എ മെഷർ ഓഫ് ബോത്ത് A ആൻഡ് B. നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററും ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററും രണ്ടും വരുന്നുണ്ട്. BOD എന്ന് പറയുന്നതാണ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. ബോത്ത് A ആൻഡ് B എന്ന് പറയുന്നു. ഓക്കെ. 435ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ്? വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ്? ഓക്സൈഡ്സും നൈട്രജനും ഒരു പ്രൈമറിയോ എയർ പൊല്യൂട്ടൻ്റ് അല്ല എന്നുള്ളതാണ്. ഓക്കെ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്തല്ല? പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് അല്ല. ഓക്കെ. 436ാമത്തെ ക്വസ്റ്റ്യൻ, ലോങ്ങർ എക്സ്പോഷർ ടു NO2 ഈവൻ ഇൻ സ്മോൾ കോൺസെൻട്രേഷൻ മേ കോസ് ഡിസീസ് പെർട്ടൈനിങ് ടു ലിവർ. ലോങ്ങർ എക്സ്പോഷർ ടു NO2 ഈവൻ എ സ്മോൾ കോൺസെൻട്രേഷൻ മേ കോസ് ഡിസീസ് പെർട്ടൈനിങ് ടു ലിവർ. ലിവറിന് പ്രശ്നമുണ്ടാക്കാൻ കാരണമാകും. ഓക്കെ. 437ാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ ഡയോക്സൈഡ് റിയാക്ട്സ് വിത്ത് മോയ്സ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫോമിങ് H2CO2. കാർബൺ ഡയോക്സൈഡ് റിയാക്ട് ചെയ്യും വിത്ത് മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പർ കണ്ടൻറ്റ് ഓഫ് H2O. വാട്ടറിൻ്റെ വേപ്പർ കണ്ടൻറ്റ് അല്ലേ, ഇവാപ്പറേറ്റ് ചെയ്തിരിക്കുന്നല്ലേ മോയ്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ H2O ആയിട്ടായിരിക്കും കാർബൺ ഡയോക്സൈഡ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? H2CO2 ആയിട്ടാണ് ഫോം ചെയ്യുക. കാർബൺ ഡയോക്സൈഡും H2O ആയിട്ട് ചേർന്നിട്ട് അതെന്ത് ചെയ്യും? H2CO2 ആയിട്ട് മാറും. ഓക്കെ. H2CO2 ആയിട്ട് മാറും. ഓക്സിജൻ ഓക്കെ മാറും. 438ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലോബൽ വാർമിംഗ് മീൻസ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ സോളാർ റേഡിയേഷൻ. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സോളാർ റേഡിയേഷൻ കൂടുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. 439ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഇതിനകത്ത് ഏതാണ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത്? ഓസോൺ ആണ്. CO2 ഒരു ഗ്രീൻ ഹൗസ് ആണ്. വാട്ടർ വേപ്പർ, SO2 ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. ഓക്കെ. ഓസോൺ ആണ് അല്ലാത്തത് കേട്ടോ. 440ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ ഗ്ലോബൽ വാർമിംഗ്? ഇതിനകത്ത് ഏതാണ് ഒരു സൊല്യൂഷൻ അല്ലാത്തത്? ഗ്ലോബൽ വാർമിങ്ങിനൊരു സൊല്യൂഷൻ അല്ലാത്തത്? ഡീഫോറസ്റ്റേഷൻ ഒരു സൊല്യൂഷനാണോ ഗ്ലോബൽ വാർമിങ്ങിന്? അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കൂട്ടേ ഉള്ളൂ, കുറയില്ല. അപ്പോൾ അത് ഒരു സൊല്യൂഷൻ അല്ല. ഡീഫോറസ്റ്റേഷനാണ് ആൻസർ വരുന്നത്. 441ാമത്തെ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലാൻഡ് പൊല്യൂട്ടൻസ് ആർ? ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലാൻഡ് പൊല്യൂട്ടൻസ് ആർ ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് ആണ്. ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ കാരണം ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് ഒരു കാരണമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ. ഓക്കെ. 442ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് കോസസ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്തിനെ കോസ് ചെയ്യും? റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എർത്ത് ഇൻക്രീസ് ചെയ്യാൻ അത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കോസ് ചെയ്യുന്നുള്ളതാണ്. 443ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലൈമറ്റ് ആൻഡ് ഗ്ലോബൽ എയർ സർക്കുലേഷൻസ് ആർ മെയിൻലി എഫക്റ്റഡ് ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആൻഡ് എയർ. ക്ലൈമറ്റും ഗ്ലോബൽ എയറും സർക്കുലേഷൻസ് ആർ മെയിൻലി എഫക്റ്റഡ് ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആൻഡ് എയർ.
ക്ലൈമറ്റിലും ഗ്ലോബൽ എയറും സർക്കുലേഷനെ മെയിൻലി എഫക്റ്റ് ചെയ്യും. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആൻഡ് എയർ, വാട്ടറിൻ്റെ എയറിൻ്റെയും പ്രോപ്പർട്ടീസാണ് എഫക്റ്റ് ചെയ്യുക. ഓക്കെ, 444 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാക്സിമം അലോവബിൾ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂറൈഡ്സ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ? ഡ്രിങ്കിങ് വാട്ടറിനകത്ത് ഏറ്റവും അലോ ചെയ്തൊരു മാക്സിമം അലോവബിൾ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂറൈഡ്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 3.0 mg/ലിറ്റർ ആണ് കേട്ടോ. ഒരു ലിറ്ററിനകത്ത് 3 mg മാത്രമേ പാടുള്ളൂ എന്നുള്ളതുണ്ട്. 3 mg മാത്രമാണ് പാടുള്ളൂ ഫ്ലൂറൈഡ്സ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡാമേജ് ഉണ്ടാക്കും ബോഡിക്ക്. 445 ക്വസ്റ്റ്യൻ. ഡൊമസ്റ്റിക് സേവേജ് ഡൊമസ്റ്റിക് സേവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് വാട്ടർ ജനറേറ്റഡ് ഫ്രം കിച്ചൺസ് ആൻഡ് ബാത്റൂംസ്. വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്യാണ് കിച്ചൺസിൽ നിന്നും ബാത്റൂംസിൽ നിന്നും. അതിനെയാണ് ഡൊമസ്റ്റിക് സേവേജ് എന്ന് പറയുക. ഡൊമസ്റ്റിക് സേവേജസ്. ഡൊമസ്റ്റിക് സേവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് വാട്ടർ ജനറേറ്റഡ് ഫ്രം കിച്ചൺസ് ആൻഡ് ബാത്റൂംസ് ആണ്. 446 ക്വസ്റ്റ്യൻ. ദ നോയ്സ് ഈസ് മെഷേർഡ് ഇൻ ഡെസിബിൾസ് ആണ് കേട്ടോ. നോയ്സ് മെഷർ ചെയ്യുന്നത് എന്താണ്? ഡെസിബിൾസ് ആണ്. നോയ്സ് മെഷർ ചെയ്യുന്നത് ഡെസിബിൾസിലാണ് കേട്ടോ. നോയ്സ് എന്ന്, ഡെസിബിൾ എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ യൂണിറ്റ് ആണ് ഡെസിബിൾ. 447 ക്വസ്റ്റ്യൻ. കോൺട്രിബ്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഗ്ലോബൽ വാർമിംഗ് ഫ്രം ഇൻഡസ്ട്രീസ് 0.5 ആണ്. കോൺട്രിബ്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഗ്ലോബൽ വാർമിംഗ് ഫ്രം ഇൻഡസ്ട്രീസ് 0.5 ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ടു ഗ്ലോബൽ വാർമിംഗ് ഫ്രം ഇൻഡസ്ട്രീസ് എന്താണ്? 0.5 ആണ്. 448 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ഈസ് നോട്ട് കൺസേൺ ടു ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഇതിനകത്ത് ഏതാണ് നോട്ട് കൺസേൺ ടു ഗ്രീൻ ഹൗസ് എഫക്റ്റ്? CO2. നോട്ട് കൺസേൺ ടു ഗ്രീൻ ഹൗസ് എഫക്റ്റ്, കൺസേൺ ചെയ്യാത്തത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് CO2 ആണ് കേട്ടോ. CO2. 449 ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പേഴ്സ് അബ്സോർബ്സ് ഷോർട്ട് വേവ് റേഡിയേഷൻ. ഷോർട്ട് വേവ് റേഡിയേഷൻസിനെ എല്ലാം ആര് അബ്സോർബ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പേഴ്സും അബ്സോർബ് ചെയ്യും. അങ്ങനെ നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടാനുള്ള ചാൻസാണ് ഉള്ളത്. ഓക്കെ, വാട്ടർ വേപ്പേഴ്സും കാർബൺ ഡൈ ഓക്സൈഡും എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഓക്കെ, ഷോർട്ട് വേവ് റേഡിയേഷൻസിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് വാട്ടർ വേപ്പേഴ്സും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്സും. 450 ക്വസ്റ്റ്യൻ. ആസിഡ് റെയിൻസ് ആർ മോർ പ്രോമിനൻറ്റ് ഇൻ അരിഡ് റീജിയൻസിലാണ് കേട്ടോ. അരിഡ് റീജിയൻസിലാണ് ആസിഡ് റെയിൻസ് മോർ പ്രോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അരിഡ് റീജിയൻസിലാണ്. അരിഡ് റീജിയൻസിൽ. 451 ക്വസ്റ്റ്യൻ. ദ ഇമ്പോർട്ടൻറ്റ് ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ആസിഡ് റെയിൻ ആർ SO2 ആൻഡ് NOx ആണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ആസിഡ് റെയിൻ ആർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ് ആണ് ആസിഡ് റെയിനിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? SO2, സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ NOx ആണ് കേട്ടോ. NOx ആണ്. ഓക്കെ, 452 ക്വസ്റ്റ്യൻ. ദ ഓസോൺ ഡിപ്ലീഷൻ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് ചീഫ്ലി കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ്. ഓസോൺ ഡിപ്ലീഷൻ ആണ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് ചീഫ്ലി കോസ്ഡ് ബൈ റിലീസ് ഓഫ് ക്ലോറോഫ്ലൂറോ കാർബണിൻ്റെ റിലീസ് കൊണ്ടാണ് നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിനകത്ത്. 453 ക്വസ്റ്റ്യൻ. ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ആസിഡ് റെയിൻ റെക്കോർഡ് വാസ്. ഹയസ്റ്റ് വാല്യൂ ഓഫ് ആസിഡ് റെയിൻ റെക്കോർഡഡ് വാസ് 4.5 ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് 4.5 ആസിഡ് റെയിൻ വാല്യൂ പറഞ്ഞിട്ടുള്ളത് 4.5 ആണ്. 454 ക്വസ്റ്റ്യൻ. മൂവ്മെൻറ്റ് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ ബൈ ദ ആസിഡ് റെയിൻ ഈസ് കോൾഡ് infiltration. Movement of nutrients from the soil by the acid rain is called infiltration. Movement of nutrients from the soil by the acid rain. സോയിലിൽ ആസിഡ് റെയിൻ കാരണം ന്യൂട്രിയൻസ് മൂവ് ചെയ്യുക, അവിടെ നിന്ന് മാറിപ്പോവും. അതിനെയാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇൻഫിൽട്രേഷൻ. 455 ക്വസ്റ്റ്യൻ. ദ ടേം ആസിഡ് റെയിൻ വാസ് കോയിൻഡ് ഇൻ ദ ഇയർ 1952 കേട്ടോ. ആദ്യമായിട്ട് ടേം ആസിഡ് റെയിന് കോയിൻ ചെയ്തത് 1952 456 ക്വസ്റ്റ്യൻ. ദ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദ ആസിഡ് റെയിൻ ആർ നോൺ ആസ് പ്രിക്കേഴ്സേഴ്സ്. ഓക്കെ, പ്രിക്കേഴ്സേഴ്സ്. Contributors to the acid rain are known as precursors. Okay, 457 question. Which of the following is the remedial measure of the acid rain? ഇതിനകത്ത് ഏതാണ് റെമഡിയൽ മെഷർ ഫോർ ആസിഡ് റെയിൻ? റെഡ്യൂസിങ് ദ റിലീസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡ്സിനെ എന്ത് ചെയ്യാതിരിക്കുക?
അറ്റ്മോസ്ഫിയറിനകത്തേക്ക് വിടാതിരിക്കുക. അത് വിട്ട് കഴിഞ്ഞാൽ ആസിഡ് റെയിൻ എന്തായാലും സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, 458ാമത്തെ ക്വസ്റ്റ്യൻ. ദ പി എച്ച് ഓഫ് ആസിഡ് റെയിൻ ഈസ് ബിറ്റ്വീൻ 3 to 5 ആണ്. 3 മുതൽ 5ൻ്റെ ഇടയിലായിട്ടാണ് പി എച്ച് വാല്യൂ ഓഫ് ആസിഡ് റെയിൻ വരുന്നത്. 3 മുതൽ 5 വരെയാണ് വരുന്നത്. 457ാമത്തെ ക്വസ്റ്റ്യൻ. ആസിഡ് റെയിൻ എഫക്ട്സ് ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ആസിഡ് റെയിൻ മെറ്റീരിയൽസിനെ എഫക്റ്റ് ചെയ്യും, പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യും, സോയിൽസിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. കാര്യം എന്താ, ആസിഡ് അല്ലേ വരുന്നത്. ആസിഡ് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ്സിനെയൊക്കെ നശിപ്പിക്കില്ലേ, സോയിലിനെയൊക്കെ നശിപ്പിക്കില്ലേ. ഇപ്പോൾ കുറച്ചൊരു ആസിഡ് എടുത്തിട്ട് മണ്ണിൽ ഒഴിച്ച് നോക്കൂ, ആ മണ്ണ് മൊത്തമായിട്ട് നശിപ്പിക്കപ്പെടും. അവിടെ ന്യൂട്രിയൻസ് എല്ലാം നീങ്ങിപ്പോവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആസിഡ് റെയിനിലൂടെ സംഭവിക്കുകയാണെങ്കിലോ, മേഘങ്ങളിലൊക്കെ സൾഫറിൻ്റെ ഡയോക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ്റെ ഡയോക്സൈഡ്സൊക്കെ വരികയാണെങ്കിൽ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. 460ാമത്തെ ക്വസ്റ്റ്യൻ. ഓസോൺ ലെയർ ഇസ് മെഷേർഡ് ഇൻ ഡോബ്സൺ യൂണിറ്റ്. ഡോബ്സൺ യൂണിറ്റിലാണ് ഓസോൺ ലെയർ മെഷർ ചെയ്യുന്നത് കേട്ടോ. 461ാമത്തെ ക്വസ്റ്റ്യൻ. ആനിമൽ ഹസ്ബൻഡറി മേ റിസൾട്ട് ഇൻ. ആനിമൽ ഹസ്ബൻഡറി ഗ്ലോബൽ വാർമിങ്ങിന് റിസൾട്ട് ആവും. ആനിമൽ ഹസ്ബൻഡറി മേ റിസൾട്ട് ഇൻ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും ആനിമൽ ഹസ്ബൻഡറി. 462ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രിയോൺസ് ആർ കോൾഡ്. ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ ഫ്രിയോൺസ് എന്ന് പറയാം. ഓക്കെ, ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ ഫ്രിയോൺസ് എന്ന് പറയാം. 463ാമത്തെ ക്വസ്റ്റ്യൻ. കർണാടക സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ 1974. കർണാടക സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് വർഷമാണ്? 1974. 464ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ അതോറിറ്റി ടു മോണിറ്റർ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അതോറിറ്റി ടു മോണിറ്റർ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. 465ാമത്തെ ക്വസ്റ്റ്യൻ. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഈസ് ടാർഗറ്റഡ് ടു. ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്തിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന? ജനറൽ പബ്ലിക്, ടെക്നീഷ്യൻസ് ആൻഡ് സയൻറ്റിസ്റ്റ്സ്, പ്രൊഫഷണൽ സോഷ്യൽ ഗ്രൂപ്പ്സ്, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. 466ാമത്തെ ക്വസ്റ്റ്യൻ. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 ഈസ് മീൻഡ് ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണ്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 ഈസ് മീൻ ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 മീൻ ചെയ്തത്. 467ാമത്തെ ക്വസ്റ്റ്യൻ. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ June 5. എല്ലാവർക്കും അറിയാം, June 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 468ാമത്തെ ക്വസ്റ്റ്യൻ. ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ 1987. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ 1987. മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു. 469ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് മേജർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോ promulgated in the India was Environmental Act ആണ്. ഫസ്റ്റ് മേജർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോ പ്രൊമൾഗേറ്റഡ് ഇൻ ഇന്ത്യ വാസ് എൻവയോൺമെൻറ്റൽ ആക്ട് ആയിരുന്നു ആദ്യമായിട്ട് കേട്ടോ. മേജർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോ നടത്തിയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ആക്ട് ആണ്. 470ാമത്തെ ക്വസ്റ്റ്യൻ. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. 471ാമത്തെ ക്വസ്റ്റ്യൻ. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓഫ് ദ സിറ്റിസൻസ് ഓഫ് ഇന്ത്യ അണ്ടർ ദ ആർട്ടിക്കിൾ 51A(g). Environmental protection is a fundamental duty of the citizen of India under the Article 51A(g) ആണ്. ആർട്ടിക്കിൾ 51 എന്ന് ആലോചിക്കുക, എ ഒരു ബ്രാക്കറ്റിൽ ഒരു ജി ഉണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ. 472ാമത്തെ ക്വസ്റ്റ്യൻ. ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് ഇന്ത്യ വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ 1956 കേട്ടോ. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് ഇന്ത്യ വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ 1956. 473ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ മെർക്കുറി പോയ്സണിങ് ഇൻ ജപ്പാൻ. മിനാമദ ഡിസീസാണ്. മിനാമദ ഡിസീസ്. ഇത് ആൻസർ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ മെർക്കുറി പോയ്സണിങ് ഇൻ ജപ്പാൻ. മിനാമദ ഡിസീസാണ് കേട്ടോ. മെർക്കുറി പോയ്സണിങ് ആയിട്ടുള്ള ഡിസീസ് ഏതാണ്? മിനാമദ ഡിസീസ്. 474ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്ലേസ് വേർ ദ വേർസ്റ്റ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ ടുക്ക് പ്ലേസ്. ചെർണോബിൽ. നേരത്തെ വായിച്ചൊരു ക്വസ്റ്റ്യനാണ്, മൂന്നാമത്തെ പ്രാവശ്യം തോന്നുന്നു ആൻസർ വരുന്നത്. ദ പ്ലേസ് വേർ ദ വേർസ്റ്റ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ ടുക്ക് പ്ലേസ്. ചെർണോബിലാണ് കേട്ടോ. 475ാമത്തെ ക്വസ്റ്റ്യൻ. അക്വാട്ടിക് ലൈഫ് ഈസ് ഡാമേജ്ഡ് ബൈ. അക്വാട്ടിക് ലൈഫ് ഡാമേജ്ഡ് ചെയ്യുന്നത് തെർമൽ പൊല്യൂഷനെയാണ്. അക്വാട്ടിക് ലൈഫ് ഡാമേജ് ചെയ്യുന്നത് ആരാണ്? തെർമൽ പൊല്യൂഷനാണ്. തെർമലിയുള്ള പൊല്യൂഷനാണ് അക്വാട്ടിക് ലൈഫൊക്കെ എന്ത് ചെയ്യുന്നത്? ഡാമേജ് ചെയ്യുന്നത്. 476ാമത്തെ ക്വസ്റ്റ്യൻ. ഓസോൺ ഡിപ്ലീഷൻ ഈസ് മോസ്റ്റ്ലി കോസ്ഡ് ബൈ CFCs ആണ്. നമ്മൾ നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. 477ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ബൈ GHGs. GHGs അല്ല, CFCs ആയിരുന്നു. GHGs എന്താണെന്നുള്ളത് അറിയില്ല. ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ബൈ GHGs. ഇങ്ങനെ ഒരു ആൻസർ വേണമെങ്കിൽ
അത് കൊടുക്കുക. പക്ഷേ CFCs ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ബൈ CFCs ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് GHGs എന്നാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. 478ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡാർക്കനിങ് ഓഫ് ദ സ്കിൻ ഡ്യൂ ടു ദ ആർസനിക് പോയ്സണിങ് ഈസ് കോൾഡ് ഡിഫ്യൂസ് മെലാനോസിസ്. ഡിഫ്യൂസ് മെലാനോസിസ് ആണ്. ദ ഡാർക്കനിങ് ഓഫ് ദ സ്കിൻ ഡ്യൂ ടു ദ ആർസനിക് പോയ്സണിങ് ഈസ് കോൾഡ് ഡിഫ്യൂസ് മെലനോസിസ്. ഡിഫ്യൂസ് മെലനോസിസ് ആണ്. മെലനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മെലാനിൻ കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിന് ഡാർക്ക് കളർ നൽകുന്നത് മെലാനിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻക്രീസ് ആയിട്ട് ഡിഫ്യൂസ് കാരണം സംഭവിക്കുന്ന ഒരു സംഭവം ഡാർക്കനിങ് ഓഫ് ദ സ്കിൻ. അതിൻ്റെ കാരണം ഡിഫ്യൂസ് മെലനോസിസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. 479ാമത്തെ ക്വസ്റ്റ്യൻ. ബോറോൺ, സിങ്ക് ആൻഡ് മാംഗനീസ് ആർ യൂഷ്വലി റിഫേർഡ് ടു ആസ് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടാണ് ബോറോണിനെയും സിങ്കിനെയും മാംഗനീസിനെയും നമ്മൾ റെഫർ ചെയ്യുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടാണ്. മൈക്രോ ന്യൂട്രിയൻസ് ആണ് ആരൊക്കെ? ബോറോണ്, സിങ്ക്, മാംഗനീസ് ഒക്കെ. ഓക്കെ. 480ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻസിനറേഷൻ ഓഫ് മുനിസിപ്പൽ വേസ്റ്റ് ഇൻവോൾവ്സ് ഓക്സിഡേഷൻ. ഇൻസിനറേഷൻ ഓഫ് മുനിസിപ്പൽ വേസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്സിഡേഷൻ ആണ്. ഇൻസിനറേഷൻ ഓഫ് മുനിസിപ്പൽ വേസ്റ്റ് ഇൻവോൾവ്സ് ഓക്സിഡേഷൻ. 481ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫേമസ് മിനാമത ഡിസീസ് ഇൻ ജപ്പാൻ ഈസ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് മെർക്കുറി. നമ്മൾ നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മെർക്കുറി ഇൻ ഫിഷസ് ആണ്. ഇൻ ഫിഷസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 482ാമത്തെ ക്വസ്റ്റ്യൻ. സോയിൽ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ആസിഡ് റെയിൻ ആണ്. സോയിൽ പൊല്യൂഷൻ എങ്ങനെയാണ് കോസ് ചെയ്യുന്നത്? ആസിഡ് റെയിൻ ആണ് കേട്ടോ. 483ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആരാണ് കോസ് ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ CO2 ആണ്. ഓക്കെ. 484ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ പോയിസണസ് ഗ്യാസ് ലീക്ക്ഡ് ഡ്യൂറിങ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. MIC ആണ് കേട്ടോ. MIC. 485ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം ന്യൂക്ലിയർ വിൻ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ന്യൂക്ലിയർ വിൻ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ആഫ്റ്റർ എഫക്റ്റ് ഓഫ് എ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ഇതും നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. 486ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫെനോമിനൻ ഓഫ് അക്യുമുലേഷൻ ഓഫ് നോൺ ബയോഡിഗ്രേഡബിൾ പെസ്റ്റിസൈഡ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ബയോ അക്യുമുലേഷൻ ആണ്. ഫെനോമിന ഓഫ് അക്യുമുലേഷൻ ഓഫ് നോൺ ബയോഡിഗ്രേഡബിൾ പെസ്റ്റിസൈഡ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിലാണ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് നോൺ ബയോഡിഗ്രേഡബിൾ പെസ്റ്റിസൈഡ്സ്. അതിനെ നമ്മൾ എന്താ പറയുക? ഫെനോമിനെ ബയോ അക്യുമുലേഷൻ എന്നാണ് പറയുക. ബയോ അക്യുമുലേഷൻ എന്നാണ് കേട്ടോ പറയുക. 487ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഫോർ എ ഫിസിക്കൽ പൊല്യൂട്ടൻ. ഒരു ഫിസിക്കൽ പൊല്യൂട്ടൻ്റെ എക്സാമ്പിൾ എന്താണ്? റേഡിയേഷൻ ആണ് കേട്ടോ. ഒരു ഫിസിക്കൽ പൊല്യൂട്ടൻ എന്താണ്? റേഡിയേഷൻ ആണ്. ആലോചിക്കുക. റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പൊല്യൂട്ടൻ്റ് ആണെന്ന് ആലോചിക്കാം. ഓക്കെ. ഫിസിക്കൽ പൊല്യൂട്ടൻ്റ് എന്താണ്? റേഡിയേഷൻ ആണ്. 488ാമത്തെ ക്വസ്റ്റ്യൻ. DDT ഈസ് എ ഡാഷ് പൊല്യൂട്ടൻ്റ്. DDT എന്ന് പറയുന്നത് എന്താണ്? നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ DDT എന്ന് പറയാം. DDT ഈസ് എ നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ്. ഓക്കെ. 489ാമത്തെ ക്വസ്റ്റ്യൻ. Eutrophication results from agricultural and sewage water. അഗ്രികൾച്ചറൽ ആൻഡ് സെവേജ് വാട്ടറാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? അഗ്രികൾച്ചറൽ ആൻഡ് സെവേജ് വാട്ടറിനെയാണ് യൂട്രോഫിക്കേഷൻ റിസൾട്ട് ചെയ്യുന്നത്. യൂട്രോഫിക്കേഷൻ റിസൾട്ട്സ് ഫ്രം അഗ്രികൾച്ചർ ആൻഡ് സെവേജ് വാട്ടർ. അഗ്രികൾച്ചറിൽ നിന്നും സെവേജ് വാട്ടറിൽ നിന്നുമാണ് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്. 490ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മീൻ ബൈ റൂട്ട് സോൺ പ്രോസസ്സ്? എന്താണ് റൂട്ട് സോൺ പ്രോസസ്സ് എന്ന് പറയുന്നത്? എ കൺട്രോൾ മെഷർ ടു പ്രിവെൻറ്റ് വാട്ടർ പൊല്യൂഷൻ. ഒരു കൺട്രോളാണ് മെഷർ ടു പ്രിവെൻറ്റ് വാട്ടർ പൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ റൂട്ട് സോൺ പ്രോസസ്സ് എന്ന് പറയുന്നത്. എ കൺട്രോൾ മെഷർ ടു പ്രിവെൻറ്റ് വാട്ടർ പൊല്യൂഷൻ. ഒരു കൺട്രോൾ മെഷറാണ് ടു പ്രിവെൻറ്റ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ മെഷറിനെയാണ് നമ്മൾ റൂട്ട് സോൺ എന്ന് പറയുന്നത്. ഓക്കെ. റൂട്ട് സോൺ എന്ന് പറയുന്നത്. 491ാമത്തെ ക്വസ്റ്റ്യൻ. എക്സോൺ വാൽഡസ്. എന്താണ് എക്സോൺ വാൽഡസ്? ഓയിൽ ടാങ്കർ which sank in 1989 along the coast of Alaska and marine life seriously affected. എക്സോൺ വാൽഡസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ടാങ്കറാണ് വിച്ച് സാങ്ക് ഇൻ 1989 അലോങ് ദ കോസ്റ്റ് ഓഫ് അലാസ്ക ആൻഡ് മറൈൻ ലൈഫ് സീരിയസ്ലി അഫക്റ്റഡ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ, എക്സോൺ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ, EXXON ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ആൻസർ വരുന്നത് കുറച്ച് ലോങ് ആയിട്ടുള്ള ആൻസറാണ്. ഓയിൽ ടാങ്കറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആലോചിക്കുക. 1989 അലോങ് ദ കോസ്റ്റ് ഓഫ് അലാസ്ക എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ വരികയാണെങ്കിൽ, അലാസ്കയൊക്കെ വെച്ചിട്ടുള്ളൊരു ആൻസർ വരികയാണെങ്കിൽ അതാണ് ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെക്കാം. 492ാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യനാണ്. BOD സ്റ്റാൻഡ്സ് ഫോർ. BOD ഇപ്പോൾ നേരത്തെ നമ്മൾ വായിച്ചത് തന്നെയാണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് BOD. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് BOD. BOD എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് കേട്ടോ. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. ഡിക്രീസ് അല്ല, ഡിമാൻഡാണ്. ബയോട്ടിക് ഓക്സിജൻ അല്ല,
ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെയാണ് BOD എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നത്. കുറച്ച് ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, 500ഓളം ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ, 492 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമ്മളിതൊരു 5 വീഡിയോയിൽ 6 വീഡിയോയിലായിട്ട് എടുത്തിട്ട് 5 വീഡിയോയിലാണ് എടുക്കുന്നത്. ഇത് 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ക്ലാസ് കേട്ടിട്ട് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രമാണിച്ചൊരു വീഡിയോ ചെയ്തതാണ്. എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എക്സാംസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.